ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരെയാണ് നബിയെ? അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ് നബിയെ? വഅയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും നല്ല അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നന്മയായ പ്രവർത്തനം എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന സിട്ടാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ് എന്ന് അനുയായികൾ ചോദിക്കുമ്പോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞ മറുപടി എന്താ? അഹബ്ബുൻ നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയെന്നറിയുമോ? അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയെന്നറിയുമോ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത്, സഹജീവികൾക്ക് ഉപകാരം ചെയ്യുന്നവരാരാണോ അവനെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വാർത്ഥതയിലേക്ക് ചുരുചുരുന്ന ലോകമാണ്. ഞാനെന്ന ഭാവത്തിലോട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കിടന്നു പോകുമ്പോ തന്റെ സഹജീവിയോട്, തന്റെ കൂട്ടുകാരനോട്, തന്റെ കുടുംബക്കാരനോട്, അയൽവാസിയോട്, രോഗമനുഭവിക്കുന്നവനോട്, പ്രയാസപ്പെടുന്നവനോട് അവനൊരു ഉപകാരം ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള വഴിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി കടന്നു വരുന്ന വേളയിൽ ഭയവിഹ്വലനായി തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ ജിബ്രീലിനെ കണ്ടിട്ട് ഭയം മാറാതെ റസൂലുള്ളാഹി തങ്ങൾ മഹദിയായ ഖദീജ ബീവിയുടെ ചാരത്ത് ഭയവിഹ്വലനായിരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞതെന്തോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലമുടികളിലൂടെ തന്റെ വിരലോടിച്ചുകൊണ്ട് ഖദീജ ബീവി പറയുകയാണ്, ഓ വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, അല്ലാഹു അങ്ങയെ കൈവിടില്ല, അല്ലാഹു അങ്ങയെ കൈവിടില്ല. കാരണം അങ്ങ് പാവപ്പെട്ടവൻ ഉപകാരം ചെയ്യുന്നവനാണ്, അങ്ങ് പ്രയാസപ്പെട്ടവന്റെ പ്രയാസം മാറ്റുന്നവനാണ്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുന്നവനാണ്, രോഗികളെ സഹായിക്കുന്നവനാണ്, സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞുവെങ്കിൽ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളവനായി മാറണേ എങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം നിനക്ക് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ് നബിയെ? അല്ലാഹു സൃഷ്ടാവ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരാണ് അവനെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ്. സ്വാർത്ഥതയിൽ മാത്രം ഓടുന്ന ഈ ലോകത്ത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ കഴിയുന്ന, അയൽവാസിയുടെ വിഷപ്പറിയാൻ കഴിയുന്ന, കുടുംബക്കാരന്റെ രോദനങ്ങൾ അറിയാൻ കഴിയുന്ന, കണ്ണീരൊപ്പാൻ ഒരു സ്വാന്തനത്തിന്റെ വർത്തമാനം പറയാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയായി നീ മാറിയാൽ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണ് നീ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ് നബിയെ? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിനക്ക് നൽകാൻ കഴിയുന്ന സന്തോഷം, ആ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു
പ്രവൃത്തി അത് ഏതുമായി കൊള്ളട്ടെ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് വീണ്ടും പറയുകയാണത് മാത്രമല്ല, അവന്റെ ഒരു പ്രയാസം നീ മാറ്റി കൊടുക്കുകയാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണ്, കടം വന്നിട്ട് ലോൺ കയറിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവൻ. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ കടം വീടാൻ നീ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവന് ഒരു നേരത്തെ അന്നത്തിനു വകയില്ലാതെ തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനു വക കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, പരിതപിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു നേരത്തെ ഭക്ഷണം നൽകാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇതൊക്കെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം നിന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി അവന്റെ കൂടെ സഞ്ചരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തും, ജനങ്ങൾക്ക് സഹജീവികൾക്ക് ഉപകാരപ്രദമാകുന്ന സന്തോഷം നൽകുന്ന എന്ത് പ്രവൃത്തിയും അത് അല്ലാഹുവിന്റെ അടുക്കൽ വളരെയേറെ പ്രതിഫലാർഹമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിനക്കൊരു കോപം വരികയാണ്, ദേഷ്യം വരികയാണ്, ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു വർത്തമാനം നിന്റെ കൂട്ടാളികളിൽ നിന്ന്, നിന്റെ തൊഴിലാളികളിൽ നിന്ന്, നിന്റെ സഹജീവികളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, അന്യരിൽ നിന്ന് നിനക്കുണ്ടാകുമ്പോ ആ കോപം വന്നിട്ടും നീ കോപത്തെ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, അല്ലാഹു നാളെ പരലോകത്ത് നിന്റെ ന്യൂനതകളും മറച്ചു വയ്ക്കും. അല്ലാഹു നിന്നോട് കോപിക്കില്ല, അല്ലാഹു നിന്നോട് കോപിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, തന്റെ കൂട്ടുകാരന്റെ, കുടുംബക്കാരന്റെ, അയൽവാസിയുടെ ഒരു ആവശ്യത്തിനു വേണ്ടി അവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അല്ലാഹു നാളെ സിറാത്തിൽ അവന്റെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, ഈ സൃഷ്ടികൾ മുഴുവനും അല്ലാഹുവിന്റെ കുടുംബമാണ്, അല്ലാഹുവിന്റെ കുടുംബമാണ്. വഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിയാലിഹി, അല്ലാഹുവിന്റെ കുടുംബത്തോട് ഏറ്റവും നന്മയിൽ പ്രവർത്തിക്കുന്നവരാരാണോ അവനെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു, ആരെങ്കിലും അവന്റെ ദുആ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുആയ്ക്ക് ഉത്തരം ലഭിക്കണം, അവന്റെ പ്രയാസങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടതെന്നറിയുമോ? നിന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, നിന്റെ ഒരു ആവശ്യമുണ്ട്, അത് അല്ലാഹുവിനോട് നീ പറയുകയാണ്. ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ എങ്കിൽ ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. പെരുന്നാൾ കടന്നു വരുമ്പോൾ നല്ല വസ്ത്രങ്ങൾ എല്ലാം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് എല്ലാം നമ്മൾ മേടിക്കുന്നുണ്ട്. ആ സമയത്ത് നിന്റെ കുടുംബത്തിൽപ്പെട്ട
നിന്റെ സഹോദരന്റെ മക്കൾ, അതല്ലെങ്കിൽ പെങ്ങളുടെ മക്കൾ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും, ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന കുടുംബനാഥന്മാരുണ്ടാവും. നിന്റെ കുടുംബത്തിൽ, നിന്റെ പരിചയത്തിൽ, അയൽവാസിയായി ആ സമയത്ത് അവരെ അറിഞ്ഞ് നീ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു വസ്ത്രമെടുക്കാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നിനക്ക് ചെയ്യാൻ, അവന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, അവന്റെ കുട്ടികൾക്ക് മനസ്സിന് ആനന്ദം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു നന്മ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പടച്ചവന്റെ അടുക്കൽ അത് വളരെയേറെ പ്രതിഫലാർഹമാണ്, വളരെയേറെ പ്രതിഫലാർഹമാണ്. അപരന്റെ സന്തോഷം കാണാൻ കഴിയുന്ന ഏത് അമലും, പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, നല്ല ലാവിഷ്യമായ ഭക്ഷണം കഴിക്കും, അയൽവാസിയുടെ വീട് പട്ടിണിയാണ്, മുസ്ലിമാവട്ടെ മുസ്ലിമാവട്ടെ, നമ്മുടെ പെരുന്നാളിന്റെ ആ സന്തോഷത്തിൽ അമുസ്ലിമാണ് എങ്കിലും മുസ്ലിമാണ് എങ്കിലും, മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അവൻ പ്രയാസപ്പെടുന്നവനാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ അവന്റെ മനസ്സിനൊരു സന്തോഷം അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമാണ് എന്ന് പഠിപ്പിച്ചു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.